ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഫ്രൈഡേ ഈവനിങ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ സമയം 5:30 ആകുന്നു. ഞാൻ ലോഗ് ഓഫ് ചെയ്തു. ഞാനപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മുടെ വീഡിയോ തുടങ്ങാമെന്ന് ഓർത്തിട്ട് അങ്ങനെ ഇരുന്നതാണ് കേട്ടോ. ഫ്രൈഡേ എന്ന് പറഞ്ഞാൽ ഫ്രൈഡേ ഈവനിങ്, പ്രത്യേകിച്ച് നമ്മുടെ എനിക്ക് തോന്നുന്നു മൺഡേ ടു ഫ്രൈഡേ നമ്മൾ വർക്ക് ചെയ്യുന്നത് തന്നെ ഈ ഒരു ഫ്രൈഡേ ഈവനിങ്ങിന് വേണ്ടിയിട്ടാണ്. കാരണം അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനും പരിപാടികളോ ഒന്നുമില്ല. നാളെക്കുറിച്ചും അങ്ങനെ വലിയ പ്ലാനിങ്ങോ അങ്ങനെയൊന്നും ആവശ്യമില്ല. വളരെ റിലാക്സ്ഡ് ആയിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നും പ്ലാൻ ചെയ്യാത്ത ഒരു ഈവനിങ്സ് ആണ് ഫ്രൈഡേ എന്ന് പറയുന്നത്. അപ്പം നമ്മളിങ്ങനെ ഒരുമിച്ചിരുന്ന് ഒന്നെങ്കിൽ പിള്ളേരുടെ കൂടെ എന്തെങ്കിലും സിനിമ കാണും, അല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ലൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും സീരീസോ പിന്നെന്തെങ്കിലും അല്ലെങ്കിൽ പാട്ട് കേട്ടിരിക്കുക, അങ്ങനെ ഒരു വളരെ റിലാക്സിങ് ആയിട്ടുള്ളൊരു ഈവനിങ് ആണ് എപ്പോഴും ഫ്രൈഡേ ഈവനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നിനി എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കണം. പിന്നെ എന്തൊക്കെയാണ് പരിപാടികളെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഈ വീക്കെൻഡ് ആഴ്ചയിൽ ഒന്നെങ്കിലും നമ്മൾ ഈ സിസ്റ്റമൊക്കെ ഒന്ന് ഷട്ട് ഡൗൺ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. നമ്മൾ പലരും ചെയ്യാറില്ല അല്ലേ. നമ്മുടെ സിസ്റ്റം നന്നായിട്ട് പെർഫോം ചെയ്യാനൊക്കെ അറ്റ്ലീസ്റ്റ് ഒരു 2-3 ഡേയ്സ് കൂടുമ്പോൾ ഷട്ട് ഡൗൺ ചെയ്യണം എന്നാണ്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെ ചെയ്യാറില്ല. പക്ഷേ വീക്കെൻഡ് ഫ്രൈഡേ അങ്ങനെ ചെയ്തേക്കും. ഞാനിനി സിസ്റ്റമൊക്കെ ഒന്ന് ഷട്ട് ഡൗൺ ചെയ്ത് നമുക്ക് നമ്മുടെ ഫ്രൈഡേ എങ്ങനെയാണെന്ന് നോക്കാം അല്ലേ. അപ്പോൾ 5:30 ആയിട്ടേ ഉള്ളൂ. അപ്പം അന്നേരത്തേക്ക് ശരിക്കും നല്ല സന്ധ്യയായി. നിങ്ങൾക്ക് അറിയുന്നുണ്ടോയെന്ന് അറിയില്ല, ഈ നമ്മുടെ റൂമിൽ ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ വരുന്നതുകൊണ്ട് ശരിക്കും ഒരുവിധം രാത്രി ആയ പോലെയാണ് കേട്ടോ. നമുക്ക് ഈ വിൻ്ററിൽ ഇതാണൊരു പ്രശ്നം. നമുക്കിങ്ങനെ പെട്ടെന്ന് സന്ധ്യ ആകുമ്പോൾ അത് നമ്മുടെ ആ ഒരു മൂഡിനെയും ബാധിക്കും. അപ്പം ഞാൻ ആക്ച്വലി ഇന്നൊന്ന് നടക്കാൻ പോകണം എന്നൊക്കെ വിചാരിച്ചിരിക്കുമായിരുന്നു. എല്ലാ ദിവസവും ഒരു 8,000 സ്റ്റെപ്സ്, അതാണ് എൻ്റെ ഒരു ലക്ഷ്യം. വർക്കൗട്ട് ചെയ്യുന്ന ദിവസമാണെങ്കിലും അല്ലെങ്കിലും ഇന്നിപ്പോൾ ഒരു 5,000 അടുപ്പിച്ചായിട്ടുള്ളൂ. ഞാൻ ഉച്ചയ്ക്ക് ഒരു 20 മിനിറ്റ്സ് അങ്ങനെ നടക്കാൻ പോകും. പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാനിങ്ങനെ ഒരു 1 hour കൂടുമ്പോൾ ഒരു 2-3 മിനിറ്റ്സ് എങ്കിലും ചുമ്മാ ഇങ്ങനെ നടക്കും. പിന്നെ മീറ്റിംഗ്സ് ഒക്കെ ആണെങ്കിൽ അത് അറ്റൻഡ് ചെയ്യുമ്പം റൂമിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളിങ്ങനെ ഇരിക്കുന്നതിന് പകരം ഇരുന്നിടത്തൊന്ന് ഒന്ന് എണീക്കുക. എനിക്ക് സത്യം പറഞ്ഞാൽ ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഈ ഒരു ട്രെഡ്മില്ലിൽ നടക്കുന്നത് കേട്ടോ. വളരെ വളരെ അപൂർവമായിട്ടാണ് ഞാനിത് ചെയ്യാറുള്ളത്. ഇപ്പോൾ നമുക്ക് ഭയങ്കര മഴയോ വെതർ മോശമായിട്ട് അങ്ങനെ പുറത്തിറങ്ങാൻ പറ്റില്ലെങ്കിൽ മാത്രം. ഇന്നിപ്പോൾ ഇങ്ങനെ വൈകുന്നേരം ഇങ്ങനെ വൈൻഡപ്പ് ചെയ്ത് വന്നപ്പോൾ കുറച്ച് ലേറ്റായി. അന്നേരത്തേക്ക് എന്താണെന്നറിയില്ല, ഒരു ഭയങ്കര ക്ലൗഡിയും പെട്ടെന്ന് അങ്ങ് ഭയങ്കര ഡാർക്കായി. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇതിൽ നടക്കാമെന്നുള്ളത്. അപ്പം ഞാൻ ഇങ്ങനെ ഒരു 8,000 സ്റ്റെപ്സ് എങ്കിലും എന്ന് വിചാരിച്ച് അങ്ങനെ കറക്റ്റായിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് ആഴ്ചകളൊക്കെ ആയിട്ടുള്ളൂ. എന്നാലും ഒരുവിധം കൺസിസ്റ്റൻ്റ് ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട്. പണ്ടൊക്കെ ഞാനിങ്ങനെ വർക്കൗട്ട് ചെയ്യുന്ന ദിവസം നമ്മൾ രാവിലെ വർക്കൗട്ട് ചെയ്യുന്നു, പിന്നെ നമ്മൾ ബോഡി ഒന്ന് മൂവ് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കാറേ ഇല്ല. അത് നമ്മൾ ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്കാണ്. എന്താ പറയുക, വി ആർ ഡിസൈൻ ടു മൂവ് എന്നാണ്. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ മൂവ്മെൻറ്റ്സ് ആണെങ്കിലും കഴിയുന്നത്ര നമ്മുടെ ബോഡി ഒന്ന് അനക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ നമ്മൾ ഈ വീട്ടിൽ കൂടെ നടക്കുന്ന സ്റ്റെപ്സൊക്കെ അത് ഭയങ്കര ഒരു വർക്കൗട്ട് ആയിട്ടൊന്നും അല്ല. പക്ഷേ നമ്മളിങ്ങനെ കുത്തിയിരുന്ന് ഇരിപ്പിൽ മണിക്കൂറുകൾ വർക്ക് ചെയ്യുന്നതിന് പകരം നമ്മൾ ഒന്ന് എണീക്കുക, നിൽക്കുക, ചെറുതായിട്ടൊന്ന് നടക്കുക, അങ്ങനെയൊക്കെ ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയാണ് കേട്ടോ. അപ്പം ഞാൻ പിന്നെ ഇപ്പോൾ ഈ ഒരു 8,000 സ്റ്റെപ്സ് എന്നുള്ള അങ്ങനെ ഒരു ഇത് മൈൻഡിലുള്ളത് കൊണ്ടും എനിക്ക് സമയവും സാഹചര്യമൊക്കെ ഉള്ളത് കൊണ്ടും ഞാനത് മീറ്റ് ചെയ്യുന്നു. ഇപ്പോൾ എല്ലാവർക്കും ഒന്നും പറ്റണമെന്നില്ല. പക്ഷേ ഒരു കുറഞ്ഞ ഒരു 20-30 മിനിറ്റ്സ് എങ്കിലും നമുക്ക് വേണ്ടി മാറ്റി വെക്കുക എന്നുള്ളത്, നിങ്ങൾ എത്ര നേരത്തെ അത് ചെയ്യുന്നോ നിങ്ങൾക്കത് അത്രയും ബെനിഫിഷ്യലായിരിക്കും. നമ്മളെല്ലാവരും വയസ്സാവും, എന്നാലും നമ്മൾ ആ ഒരു ഹെൽത്തി ആയിട്ട് ഏജ് ആവുക എന്നുള്ളത് അതൊരു ബ്ലെസ്സിങ് ആണ്. നമുക്കുണ്ടാവുന്ന ഇപ്പോഴത്തെ ഒരു എന്താ പറയുക, ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഈ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസസാണ്. നമുക്ക് പറ്റുന്ന പോലെ നമ്മുടെ ഒരു സാഹചര്യത്തിൽ നമ്മൾ കുറച്ച് കെയറൊക്കെ ചെയ്യുക. ഇത് ഞാൻ മാർക്കറ്റ് പ്ലേസിൽ നിന്ന് മേടിച്ച ഒരു ട്രെഡ്മില്ലാണ്. ഞാനിപ്പോൾ ഒരു 7,000 സ്റ്റെപ്സ് എന്ന് വിചാരിച്ച് ഇനിയിപ്പോൾ നമ്മൾ വൈകുന്നേരത്തെ നമ്മുടെ കുറച്ച് അടുക്കളയിലുള്ള പണികളും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ അനദർ ഒരു 1,000 സ്റ്റെപ്സ് കിട്ടും. നമ്മൾ ഈ നടത്തൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴല്ലോ നമ്മളൊരു 5 മിനിറ്റ്സ് എങ്കിലും അങ്ങനെ വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നേരം നടക്കൂലേ, നമ്മളാരും 5 മിനിറ്റ്സ് നടന്നിട്ട് നിർത്താറില്ല. അപ്പോൾ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ പലപ്പോഴും അത് സ്റ്റാർട്ട് ചെയ്യാനാണ് ബുദ്ധിമുട്ട് അല്ലേ. ഞാനങ്ങനെ നടത്തൊക്കെ കഴിഞ്ഞ് അപ്പോൾ അടുക്കളയ്ക്ക് ഇങ്ങനെ അത്യാവശ്യം നല്ല അലങ്കോലമായി കിടക്കുമായിരുന്നു. ചില ദിവസങ്ങളിൽ ഞാനിങ്ങനെ വീട്ടിൽ നിന്നൊക്കെ വർക്ക് ചെയ്യുമ്പം നമ്മളൊരു ഫ്യൂ മിനിറ്റ്സ് സ്പെൻഡ് ചെയ്താൽ ഒരുവിധം വൃത്തിയായിട്ടിങ്ങനെ ഇരിക്കും. പക്ഷെ ചില ദിവസം അങ്ങനെ ആയിരിക്കില്ല, നമ്മളിങ്ങനെ മൊത്തത്തിലൊരു തിരക്കിൻ്റെ ഇടയിലായിരിക്കും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ 2 മിനിറ്റ്സ് എന്ന് പറയുന്നത് പോലും ചിലപ്പോൾ കിട്ടില്ല. അങ്ങനെയുള്ള ദിവസങ്ങളിൽ അടുക്കളയൊക്കെ ഇങ്ങനെ കിടക്കും. അതിലൊന്നും എനിക്കൊരു കുഴപ്പമില്ല. നമ്മളെപ്പോഴും വീടിങ്ങനെ വൃത്തിയായിരിക്കുക, എപ്പോഴും ഓർഗനൈസ്ഡ് ആയിരിക്കുക, അതൊന്നും എൻ്റെ ഒരു ലിസ്റ്റിലുള്ള കാര്യങ്ങളല്ല, അതൊന്നും എൻ്റെ ഒരു ഗോളല്ല. നമുക്ക് ജോലിയായിട്ട് നമ്മൾ തിരക്കൊക്കെയുള്ള ദിവസങ്ങളിൽ അതായിരിക്കും നമ്മുടെ പ്രയോറിറ്റി. നമ്മളെല്ലാ കാര്യങ്ങളും ഇതിനെ പെർഫെക്റ്റ് ആക്കി ഓടിക്കാൻ നോക്കുമ്പോഴാണ് പലപ്പോഴും നമുക്കൊരു സ്ട്രെസ്സ് വരിക. അപ്പോൾ നമ്മൾ ഓരോ സമയത്ത് എന്താണോ പ്രയോറിറ്റി നമ്മൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇന്ന് ഡിന്നറിനൊരു സ്പെഷ്യൽ ഐറ്റം ആണ് കേട്ടോ. ഞങ്ങൾ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് ഞാൻ, പക്ഷേ ഇതുവരെ റെസിപ്പി ആയിട്ട് അങ്ങനെ ഷെയർ ചെയ്തിട്ടില്ല. വേറൊന്നുമല്ല, സുഷിയാണ് കേട്ടോ, ചിക്കൻ സുഷിയാണ്.
അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ജാസ്മിൻ റൈസാണ്. ശരിക്കും നമുക്ക് സുഷി റൈസ് മേടിക്കാനായിട്ട് കിട്ടും. നമുക്കിത് പല പല രീതിയിലുണ്ടാക്കാം. ഞാൻ ഉണ്ടാക്കുന്നത് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ്. അപ്പോൾ ഈ ഒരു ജാസ്മിൻ റൈസും നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അത്യാവശ്യം ഒരു സ്റ്റിക്കി ആയിട്ട് വരും. അപ്പോൾ നമുക്കൊരു കുറച്ചൊരു സ്റ്റിക്കി ആയിട്ടുള്ള റൈസ് വേണം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ റൈസ് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ബാക്കിയുള്ള ക്ലീനിങ് ഒക്കെ ഒന്ന് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ക്ലീനിങ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും റൈസ് റെഡി ആയിട്ട് വരും. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഇതെൻ്റെ ഇഡ്ഡലി പാത്രമാണ്. ഇതാണ് ഞാൻ ചോറ് വാർക്കാനും. ഞാൻ സാധാരണ നമ്മുടെ കുത്തരിയൊക്കെ കുക്കറിൽ നിന്ന് തന്നെ വാർക്കാറാണ് പതിവ് കേട്ടോ. ഞാൻ ആദ്യം ഇതിലൊഴിച്ച് വാർക്കുമായിരുന്നു. പിന്നെ ഇങ്ങനെ കുക്കറിൽ നിന്ന് നമുക്ക് നല്ല വൃത്തിയായിട്ട് വാർക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഈ ജാസ്മിൻ റൈസ് ഞാൻ ആവശ്യത്തിലധികം വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കുക്ക് ചെയ്യുക. ആ തിള വരുമ്പോൾ സിമ്മിൽ വെച്ച് അങ്ങനെയാണ് ഞാൻ കുക്ക് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ വാർത്തെടുത്താൽ അതങ്ങനെ ഇല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് കുഴഞ്ഞു പോകുന്ന പോലെ എനിക്ക് തോന്നും. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ നല്ലൊരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു പാത്രമൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ വീണ്ടും കുറേ പേര് PR ഒക്കെ കിട്ടി അങ്ങനെ വരുന്നുണ്ട്. കാരണം നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ്സ് കാണാം. നമുക്കറിയാം പുതിയതായിട്ട് വരുന്നവർ അങ്ങനെ തന്നെ പറഞ്ഞിട്ട് കമൻറ്റ് ഇടാറുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങോട്ടൊക്കെ വരാൻ പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ കഴിയുന്നത്ര കിച്ചൺ ഐറ്റംസൊക്കെ നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരും കേട്ടോ. ഇവിടെ ഒരുവിധം എല്ലാ സാധനങ്ങളും കിട്ടും, പക്ഷേ അത്യാവശ്യം നല്ല വിലയാണ്. പിന്നെ ഞാൻ റീസെൻ്റ്ലി ഒരു പുതിയ എയർ ഫ്രയർ മേടിച്ചു. ഞാൻ കഴിഞ്ഞ വീഡിയോയിലേക്ക് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബ്രാൻഡിൻ്റെ തന്നെ ഹെൽത്തി ചോയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ആയിരുന്നു എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 4 വർഷത്തോളമായി. അത് നോൺ സ്റ്റിക്കാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു നോൺ സ്റ്റിക്ക് ഇങ്ങനെ പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ഈ ഒരു ഗ്ലാസിൻ്റെ ഐറ്റം കണ്ടത്. ഇതിന് ആമസോണിൽ നിന്നാണ്. ഇതിന് ഒത്തിരി നല്ല റിവ്യൂസ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വെറൈറ്റി ആണല്ലോ, മേടിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ താഴത്തെ ട്രേ സ്റ്റീലിൻ്റെയാണ്. എൻ്റെ ഇതിന് മുന്നിൽ തന്നെ താഴത്തെ ട്രേ നോൺ സ്റ്റിക്കാണ്. അതാണ് ഭയങ്കര മോശമായത്. അപ്പോൾ ഇങ്ങനെ ഗ്ലാസും സ്റ്റീലും ഒക്കെ കുറച്ചുകൂടെ നല്ലതാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ എനിക്ക് ആ ഗ്ലാസ് ബൗളൊക്കെ കണ്ടപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ പറയുമ്പോൾ ഒത്തിരി നല്ല റിവ്യൂസും കൂടി ഉണ്ട്. അപ്പോൾ അങ്ങനെ അങ്ങ് മേടിച്ചതാണ് കേട്ടോ. പിന്നെ നമുക്ക് വളരെ എനിക്ക് തോന്നുന്നു 100 ആ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. $100 വളരെ റീസണബിൾ ആണ്. നമ്മളിപ്പോൾ ഒരു ഫിലിപ്സ് പോലത്തെയൊക്കെ ബ്രാൻഡിന് അത്യാവശ്യം നല്ല പൈസയാണ്. ഇനി ഇതിലിങ്ങനെ സെറ്റിങ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതാണോ സെറ്റിങ്സ് അത് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്കിങ്ങനെ ചിക്കൻ, പ്രോൺസ്, ഫ്രൈസ് അങ്ങനെ ഓരോന്നിനും ഓരോ സെറ്റിങ്സാണ്. ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇത് യൂസ് ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. കാരണം നമ്മുടെ ഒരു ട്രഡീഷണൽ അവനേക്കാളും ഇത് അത്രയും ഈസി അല്ലേ. അപ്പോൾ ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റമാണ് ഈ ഒരു എയർ ഫ്രയർ. അറ്റ്ലീസ്റ്റ് ഒരു 1 in 2 days ഡെഫിനറ്റ്ലി യൂസ് ചെയ്യും. അപ്പോൾ ഇതിങ്ങനെ കുക്കാവുന്ന കാണാനായിട്ട് നല്ല രസമല്ലേ. അതുപോലെ ഞാൻ പിzzയൊക്കെ കുക്ക് ചെയ്യുന്നതും എയർ ഫ്രയറിലാണ്. നമ്മൾ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ എനിക്ക് ഭയങ്കര ഹാൻഡി ആയിട്ട് ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്ന ഒരു സംഭവമാണ് എയർ ഫ്രയർ എന്ന് പറയുന്നത്. ഞാനിതൊരു 2-3 പ്രാവശ്യം അങ്ങനെ യൂസ് ചെയ്തു. നല്ല അടിപൊളിയായിട്ട് ചിക്കനൊക്കെ റെഡിയായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ. അപ്പോൾ ഈ ചിക്കൻ ഞാൻ ഗ്രില്ല് ചെയ്തെടുത്തത് സുഷിയിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിനി കുറച്ചുകൂടെ ഒക്കെ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് സുഷി ഉണ്ടാക്കാം. പിന്നെ വേണ്ടത് കുറച്ച് വെജീസാണ്. അപ്പോൾ ഞാൻ കുറച്ച് ക്യാരറ്റും അവക്കാഡോയും കുക്കുമ്പറും അങ്ങനെ എടുക്കുന്നുണ്ട്. ഇത് നീളത്തിൽ കഴിയുന്നത്ര തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ കാണുമ്പം നിങ്ങൾ എപ്പോഴും കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് ബാക്കി കാണുക കേട്ടോ. നമുക്ക് ലൈക്കൊക്കെ ഭയങ്കര കുറവാണ്. ഞാനിപ്പോൾ കൈൻഡ് ഓഫ് കൺസിസ്റ്റൻ്റ് ആയിട്ട് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഇടുന്നുണ്ട്. അത്യാവശ്യം പുതിയ സബ്സ്ക്രൈബേഴ്സും ഒക്കെ വരുന്നുണ്ട്. പക്ഷെ എന്നാലും എൻ്റെ ഒരു സങ്കല്പത്തിൽ റീച്ച് കിട്ടുന്നില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. നമുക്ക് എന്ത് സങ്കല്പിക്കാമല്ലോ. അപ്പോൾ നമുക്ക് സാധാരണ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരു അറൗണ്ട് 4K 5K ആ ഒരു വ്യൂസാണ് നമുക്ക് കിട്ടാറുള്ളത്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു 2 വർഷമായിട്ട് ഇതേ വ്യൂസാണ്. ബിറ്റ്വീൻ 4K 5K ചിലത് 6K അങ്ങനെയാണ്. അപ്പോൾ എൻ്റെ ഒരു എയിം അല്ലെങ്കിൽ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് അതൊരു അറൗണ്ട് 10K അത്രയാണെങ്കിൽ ഞാൻ തൽക്കാലം ഹാപ്പിയാണ്. നമ്മൾ ഓരോരോ സ്റ്റെപ്പായിട്ടാണല്ലോ പോവുക. അപ്പം ഞാനിതിങ്ങനെ തുടങ്ങിയ സമയത്ത് ഞാൻ ഒട്ടും തന്നെ അതിനെക്കുറിച്ചൊന്നും ബോധേഡല്ലായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് ചാനൽ കുറച്ചും കൂടെ ഗ്രോ ചെയ്യുന്നതും കുറേ വ്യൂസ് കിട്ടുന്നതും കുറേ കൂടെ സബ്സ്ക്രൈബേഴ്സ് കിട്ടുന്നതും അങ്ങനെയൊക്കെ ഞാൻ സത്യം പറഞ്ഞ് ഇതൊന്നും അങ്ങനെ സീരിയസ് ആയിട്ട് വിചാരിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. മേ ബി കഴിഞ്ഞ ഒരു കപ്പിൾ ഓഫ് മന്ത്സൊക്കെ ആയിട്ടായിരിക്കും എനിക്ക് അങ്ങനെ അതിനോടൊരു ആഗ്രഹവും ഇഷ്ടമൊക്കെ തോന്നുന്നത് കേട്ടോ. ഞാനിതൊക്കെ നിങ്ങളോടാണല്ലോ ഷെയർ ചെയ്യേണ്ടത്. നിങ്ങൾ റെഗുലറായി വീഡിയോസ് കാണുന്നവരാണ്, എന്നിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ്. അതുപോലെ ഈ പറയുന്ന പോലെ സ്ഥിരമായി കാണുന്നവരാണ്, നിങ്ങളത് എൻജോയ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വാല്യൂ ആഡ് ചെയ്യുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക. ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്യുന്നത് ഹെൽപ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. സോ അറ്റ്ലീസ്റ്റ് ഒരു 150 ലൈക്സ് എങ്കിലും ഈ ഒരു വീഡിയോയ്ക്ക് കിട്ടണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കേട്ടോ. ഞാൻ വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്ന കൂടെ എൻ്റെ കുറച്ച് ആഗ്രഹങ്ങൾ പറഞ്ഞതാണ്. നമുക്ക് സുഷി ഉണ്ടാക്കാൻ പിന്നെ വേണ്ടത് ഈ ഒരു നോറി ഷീറ്റ്സ് എന്ന് പറയും. കണ്ടോ, സുഷി നോറി. നമുക്കിവിടെ കോൾസിൽ അങ്ങനത്തെ ഗ്രോസറി ഷോപ്സിലൊക്കെ കിട്ടും. ഇത് ശരിക്കും ഒരു സീവീഡ്, ഒരു ഡ്രൈഡ് സീവീഡാണ് ഈ ഒരു സംഭവം. ഇതിന് നല്ലൊരു ഫിഷി സ്മെല്ലാണ്. അപ്പോൾ ഈ ഒരു ഫിഷ് ഒട്ടും ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഒരു സംഭവം ഇഷ്ടപ്പെടില്ല.
ഈ കവറിൻ്റെ പുറത്ത് ഇതെങ്ങനെ ചെയ്യണം എന്നൊക്കെ അവർ കറക്റ്റ് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സൈഡ് സോഫ്റ്റും ഒരു സൈഡ് കുറച്ച് റഫുമാണ്. അപ്പോൾ നമ്മൾ റഫ് സൈഡിലാണ് നമ്മുടെ റൈസ് വെക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഇങ്ങനൊരു സംഭവം മേടിക്കാനായിട്ട് കിട്ടും. ഇതിൻ്റെ ആവശ്യമില്ല, ഞാനും ആദ്യമായിട്ട് ഉണ്ടാക്കിയപ്പോൾ അതങ്ങ് മേടിച്ചു. എൻ്റെ ഫ്രണ്ട് രമ്യ, ആൾക്കൊരു ചെറിയ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ആളാണ് ഈ ഒരു റെസിപ്പി എൻ്റെ അടുത്ത് ഷെയർ ചെയ്തത്. ഞാൻ വിചാരിച്ചു ഇത് ഫിഷ് കൊണ്ട് മാത്രം ചെയ്യുന്നതാണെന്ന്, പക്ഷേ ചിക്കൻ കൊണ്ടും ചെയ്യാമെന്ന് രമ്യാണ് എന്നോട് പറഞ്ഞത്. ഇത് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ അത്യാവശ്യം നല്ല കത്തിയാണ്, നമുക്ക് വീട്ടിലിങ്ങനെ നല്ല എളുപ്പമായിട്ട് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്, പിള്ളേർക്ക് നല്ല ഇഷ്ടമാണ്, എനിക്കും നല്ല ഇഷ്ടമാണ്. പക്ഷേ അനീഷിന് അത്ര ഇഷ്ടമല്ല. ഒത്തിരി കട്ടിയിൽ റൈസ് ആഡ് ചെയ്യേണ്ട, ഒരു തിൻ ലെയർ ഓഫ് റൈസ് ആയിരിക്കും നല്ലത്. കാരണം ഒത്തിരി റൈസ് ആകുമ്പോൾ പിള്ളേർക്കൊക്കെ ആണെങ്കിലും ചിലപ്പം അത്ര ഇഷ്ടപ്പെടില്ലായിരിക്കും. നമ്മളൊരു പ്രാവശ്യം ഇതൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു ഐഡിയ കിട്ടും. എൻ്റെ ഫ്രണ്ട് ഉണ്ട് രമ്യ, അതുപോലെ സൗമ്യ, ഇവരൊക്കെ ഭയങ്കര എക്സ്പെരിമെൻറ്റിൻ്റെ ആളുകളാണ്. ഞാൻ എൻ്റെ എക്സ്പെരിമെൻറ്റ്സ് എല്ലാം ഇവരെ കണ്ടു പഠിച്ചിട്ടാണ്. ശരിക്കും എന്തോരോ കാര്യങ്ങൾ നമുക്ക് ഭയങ്കര എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാമെന്നറിയോ. പല റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫുഡും നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പക്ഷെ ഞാനിങ്ങനെ ഇതെല്ലാം ഇങ്ങനെ നോക്കി തപ്പി കണ്ടുപിടിച്ച് അങ്ങനെ ഒന്നും ചെയ്യാനുള്ള എനിക്കങ്ങനെ ഒരു പാഷനില്ല. പക്ഷേ ഇങ്ങനെ ഇവരൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ റെസിപ്പിയൊക്കെ ചോദിച്ച് അങ്ങനെ ചെയ്യും കേട്ടോ. അങ്ങനെയാണ് എൻ്റെ കുക്കിംഗ് പരീക്ഷണങ്ങൾ. നമ്മൾ ഗ്രില്ല് ചെയ്ത ചിക്കൻ ഉണ്ടല്ലോ, അത് ഞാൻ ഇതുപോലെ ചെറിയ സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. നമുക്ക് ചിക്കന് പകരം പ്രോൺസ്, ഫിഷ്, സാൽമൺ അതൊക്കെ ആഡ് ചെയ്യാം. പിന്നെ റോ ഫിഷ് കൊണ്ട് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ഒത്തൻറ്റിക് ആയിട്ടുള്ള രീതി എന്ന് പറയുന്നത് റോ ഫിഷാണെന്ന് തോന്നുന്നു. പക്ഷേ നമുക്ക് നമ്മുടേതായ രീതിയിൽ ഇങ്ങനെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തി നല്ല യമ്മിയായിട്ട് എൻജോയ് ചെയ്യാവുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ ആഡ് ചെയ്തു, പിന്നെ ക്യുക്കുംബർ ആഡ് ചെയ്തു, പിന്നെ ക്യാരറ്റ് ആഡ് ചെയ്തു. അവക്കാഡോ കൂടി ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവക്കാഡോ കൂടി ആഡ് ചെയ്തു. പിന്നെ ഇതിൽ യൂസ് ചെയ്യുന്ന ഒരു സോസ് ശ്രീരച്ച ചില്ലി സോസ് എന്ന് പറഞ്ഞിട്ട്, ഇതൊരു ഏഷ്യൻ സ്റ്റൈൽ സോസാണ്, നല്ല യമ്മിയാണ്, കുറച്ച് സ്പൈസിയാണ്. ആ ഒരു സോസാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അതുപോലെ കുറച്ച് സോയ് സോസും. ഇത് തന്നെ നമുക്ക് പല സോസുകൾ ആഡ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. അപ്പം ഞാൻ പിന്നെ സോയ് സോസ് നമ്മൾ ഒത്തിരി അധികമായി പോകരുത്, നമ്മുടെ ആ നോറി ഷീറ്റില്ലേ അതിങ്ങനെ ചിലപ്പോൾ വെറ്റായി പോവും. അപ്പോൾ കുറച്ച് സോയ് സോസും കൂടെ ആഡ് ചെയ്തു. ഇനി നമ്മളിത് കെയർഫുള്ളായിട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കുക. ഈ റൈസ് ഇങ്ങനെ കുറച്ച് സ്റ്റിക്കി ആയതുകൊണ്ട് എന്താ പറയുക, അത് നമ്മളങ്ങ് റോൾ ചെയ്യുമ്പം അതതിൻ്റെ ആ ഒരു സ്ഥലത്ത് തന്നെ അങ്ങനെ ഇരുന്നോളും. അപ്പം ഞാനിങ്ങനെ ഇതുപോലെ സിമ്പിളായിട്ട് ഇങ്ങനെ അങ്ങ് റോൾ ചെയ്യാറാണ് പതിവ്. ഇനി നമ്മൾ അത്യാവശ്യം നല്ല മൂർച്ചയുള്ള ഒരു നൈഫ് കൊണ്ട്, നല്ല ഷാർപ്പ് നൈഫ് കൊണ്ട് നമ്മൾ കട്ട് ചെയ്യുക. അല്ലെങ്കിൽ നമുക്കത് നൈസായിട്ട് കട്ട് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. ഇത് ഞാൻ നെക്സ്റ്റ് ഡേ ലഞ്ചിന് നമ്മൾ സുഷി ഉണ്ടാക്കിയപ്പോൾ ഞാൻ എടുത്ത പിള്ളേർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോഴാണ് ഈ വീഡിയോ എടുത്തത്. എനിക്ക് ആ നൈറ്റ്, നമ്മുടെ ഫ്രൈഡേ നൈറ്റ് എന്താ പറയുക, ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് എനിക്കിതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായില്ല കേട്ടോ. ഇതിപ്പോൾ നല്ല ഹെൽത്തി ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇവർക്ക് ഞാൻ ഇടയ്ക്ക് ലഞ്ചിന് കൊടുത്തുവിടും. ലഞ്ചിനൊക്കെ കൊടുത്തുവിടുമ്പോൾ നമുക്കിങ്ങനെ കട്ട് ചെയ്ത് ലഞ്ച് ബോക്സിൽ പാക്ക് ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഒരു കുഴപ്പമില്ല. ഇതിങ്ങനെ തണുത്ത് അങ്ങനെ കഴിക്കുന്ന ഒരു ഐറ്റം ആണല്ലോ. അപ്പോൾ നമുക്ക് നല്ല തിരക്കുള്ളൊക്കെ ദിവസങ്ങളിൽ നമുക്ക് കംപ്ലീറ്റ്ലി കുക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന പോലത്തെ ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ. അപ്പോൾ ആ ലാസ്റ്റിലത്തെ എൻഡ് ഉണ്ടല്ലോ, അത് ചിലപ്പോൾ അത്ര നന്നായി വരില്ല, അത് കുഴപ്പമില്ല. കണ്ടോ, ബാക്കിയെല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ധൈര്യമായി ട്രൈ ചെയ്യാവുന്ന ഒരു ഐറ്റമാണ്. മക്കൾക്കൊക്കെ ആണെങ്കിലും ഇഷ്ടപ്പെടാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം. ഞാൻ കുളിച്ച് ഫ്രഷായി. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ നൈറ്റ് സ്കിൻ കെയർ ഒന്ന് പെട്ടെന്ന് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ക്യാമറയിൽ കൂടി സംസാരിച്ചുകൊണ്ടാണ് വീഡിയോ എടുത്തത്. പക്ഷേ ഭയങ്കര എക്കോ ആയിട്ട് വോയിസ് ഒട്ടും ക്ലിയർ ഇല്ല. അപ്പോൾ എൻ്റെ ഒരു വെരി ബേസിക് സ്കിൻ കെയർ റൂട്ടീനാണ്. നമ്മൾ കഴിക്കുന്ന ഫുഡ്, നമ്മുടെ ഒരു മൂവ്മെൻറ്റ്, നമ്മുടെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, മെൻ്റൽ ആൻഡ് ഇമോഷണൽ വെൽബീയിങ്, അതൊക്കെയാണ് നമ്മുടെ ഒരു നല്ല ഹെയർ, സ്കിൻ, ഒരു ഹെൽത്തി പേഴ്സണായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുക. നമ്മുടെ ഒരു 90% ഇതാണ്. ബാക്കിയുള്ള 5% നമ്മൾ ഈ കാണുന്ന സ്കിൻ കെയർ. അതിന് നമ്മളിപ്പോൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്തുമാത്രം സ്കിൻ കെയർ റൂട്ടീൻസും സ്കിൻ കെയർ പ്രൊഡക്ട്സും ആണല്ലേ. അപ്പോൾ എൻ്റെ വളരെ ബേസിക്കാണ്. ഞാൻ മെയിനായിട്ട് ഞാനിപ്പോൾ ഒരു നൈറ്റ് ക്രീം കുറച്ച് മാസങ്ങളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ഒരു ലോറിയലിൻ്റെ റെവിറ്റ ലിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു നൈറ്റ് ക്രീമാണ് കുറച്ച് മാസമായി യൂസ് ചെയ്യുന്നു. അങ്ങനെ ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ച് എനിക്ക് തോന്നുന്നത്, നമുക്കങ്ങനെ ഒരു സ്പെസിഫിക് കണ്ടീഷൻ ഇല്ലെങ്കിൽ നമുക്കങ്ങനെ ഒരു ഭയങ്കര ചേഞ്ച് ഒന്നും തോന്നണമെന്നില്ല. ബട്ട് ഇറ്റ്സ് ഗുഡ്. നല്ലൊരു മോയ്സ്ചറൈസിങ് ആണ്, നല്ലൊരു ഹെൽത്തി സ്കിന്നൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന പോലെ തോന്നാറുണ്ട്. അപ്പം ഞാനത് തീർന്നപ്പോഴും ഇപ്രാവശ്യം നിവ്യയുടെ ഒരു നൈറ്റ് ക്രീം മേടിച്ചതാണ്. ഇത് രണ്ടും വളരെ നല്ല റിവ്യൂസ് ഉള്ള പ്രൊഡക്ട്സാണ്. ഞാനിത് രണ്ടും ആമസോണിൽ നിന്നാണ് മേടിച്ചത്. നമുക്കെപ്പോഴും സെയിലുണ്ടാവും, നമുക്കൊരു 50% സെയിലൊക്കെ ഇത് കിട്ടും. അതുപോലെ തന്നെ ഈ ലോറിയലിൻ്റെ തന്നെ ഒരു ഡേ ക്രീമും ഉണ്ട്. അത് കുറച്ചും കൂടെ ലൈറ്റാണ്, നൈറ്റ് ക്രീം കുറച്ചും കൂടെ ഹെവിയാണ്. രണ്ടും അത്യാവശ്യം നല്ലതായിട്ടാണ് തോന്നുന്നത് കേട്ടോ. ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു നൈറ്റ് ക്രീം അപ്ലൈ ചെയ്യും. എന്നോട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയുടെ താഴെ കമൻറ്റിൽ ചേച്ചി നല്ലൊരു ഐ ക്രീം സജസ്റ്റ് ചെയ്യാവോ എന്ന് ചോദിച്ചിട്ടുണ്ട്.
അപ്പോൾ ഈ ഐ ക്രീം നമുക്ക് ശരിക്കും അങ്ങനെ ഒരു പ്രൊഡക്റ്റിൻ്റെ ആവശ്യമുണ്ടോ എന്നെനിക്കറിയില്ല. അപ്പം നമ്മളിങ്ങനെ ഗൂഗിളിൽ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് വേണമെന്നും വേണ്ടെന്നും വളരെ ആധികാരികമായിട്ട് പറയുന്ന ഒരുപാട് ചാനലും ഡെർമറ്റോളജിസ്റ്റും ഡോക്ടേഴ്സും, അതായത് പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മളപ്പം നമ്മുടെ ഒരു കോമൺ സെൻസും കൂടി യൂസ് ചെയ്യുക എന്നുള്ളതാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ സ്കിന്നിൻ്റെ തന്നെ, നമ്മുടെ ഫേഷ്യൽ സ്കിന്നിൻ്റെ തന്നെ ഭാഗമാണ് നമ്മുടെ ഒരു അണ്ടർ ഐ എന്ന് പറയുന്നത്. നമുക്ക് ഡാർക്ക് സർക്കിൾസ് മെയിനായിട്ട് എനിക്ക് തോന്നുന്നു സ്ട്രെസ്സ്, ഉറക്കമില്ലായ്മ, പിന്നെ ജീൻസിനും നല്ലൊരു റോൾ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ക്രീം യൂസ് ചെയ്തുകൊണ്ട് ഒരു മാജിക്കൽ ചേഞ്ച് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഓരോ കാര്യങ്ങൾ എടുത്താലും അങ്ങനെയാണ്. നമ്മുടെ ഈ ഒരു സ്കിൻ കെയറിൽ ഓരോ ദിവസവും പുതിയ പുതിയ പ്രൊഡക്ട്സാണ്. നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കൺസ്യൂമർ എന്ന നിലയിൽ നമ്മളെ ഭയങ്കരമായിട്ട് ഈ പറയും പോലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഒക്കെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളൊരു കോമൺ സെൻസ് വെച്ചൊന്ന് ആലോചിക്കുക, നമുക്കിപ്പം ഇങ്ങനെയുള്ള ഒരു എക്സ്റ്റേണൽ കാര്യങ്ങളിലൂടെ നമുക്ക് എന്തുമാത്രം മാറ്റം വരുത്താൻ പറ്റുമെന്നുള്ളത്. പക്ഷേ സ്റ്റിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഭയങ്കര ഹ്യൂജ് ഡിഫറൻസ് വരുമെന്ന് വിശ്വസിക്കാനാണ് നമുക്കൊക്കെ പൊതുവേ ഇഷ്ടം. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ എന്താണെങ്കിലും എൻ്റെ ഒരു കെയർ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് കുളിച്ച് കഴിഞ്ഞ പാടെ ഒരു 7-8 o'clock ആ ഒരു സമയത്തൊക്കെ അപ്ലൈ ചെയ്യും. അപ്പോൾ അതാണെങ്കിൽ നമ്മുടെ ഒരു 2-3 hours നമ്മുടെ ഫേസിലിരുന്ന് അങ്ങനെ സെറ്റാവും. നമ്മൾ കിടക്കുന്നതിന് തൊട്ട് മുമ്പേ ആകുമ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പുതപ്പിലും പില്ലോലൊക്കെ പറ്റി പോവില്ല, ഞാൻ അങ്ങനെ വിചാരിക്കുക. അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ ഒരു സ്കിൻ കെയർ കുളിച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫ്രഷായിട്ട് അങ്ങനെ ചെയ്യും. അപ്പം ഞാൻ ചെയ്യുന്ന ബേസിക് കാര്യങ്ങൾ നന്നായിട്ട് സ്കിൻ മോയ്സ്ചറൈസ് ചെയ്യുക, സൺസ്ക്രീൻ യൂസ് ചെയ്യുക. ഇത് രണ്ടും ഒരുവിധം എല്ലാവരും എഗ്രി ചെയ്യുന്ന, ലൈക്ക് ഒരു ലോങ് ടേമിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം ഞാൻ ഇത് രണ്ടുമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എൻ്റെ സ്കിൻ കെയർ അതാണ്. ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ട്രൈ ചെയ്യുന്ന ഒരു കാര്യം ഒരു റെറ്റിനോളാണ്. കാരണം നമ്മളൊരു 40 ഒക്കെ കഴിയുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ പറയുന്നത് early 30s അല്ലെങ്കിൽ late 20s തൊട്ടൊക്കെ ഇത് ചെയ്യുന്നത് നല്ലതാണെന്നാണ്, എനിക്കറിയില്ല. അപ്പോൾ എന്താണെങ്കിലും അങ്ങനെ റെറ്റിനോളൊക്കെ ഉള്ള ഒരു നൈറ്റ് ക്രീം യൂസ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ഒരു മൈൽഡായിട്ട് തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എന്തെങ്കിലും നല്ല പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്ത് കണ്ടുപിടിച്ചാൽ ഞാൻ പറയാം. ഇനി നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളും ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കൊന്നും അത്ര ഒരു സാറ്റിസ്ഫൈഡ് ആവുന്നില്ല. അപ്പം ഞാനങ്ങനെ ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു സ്കിൻ കെയർ എന്ന് പറയുന്നത്. പിന്നെ നമ്മളിപ്പോൾ ബോഡി ലോഷൻ അല്ലെങ്കിൽ മോയ്സ്ചറൈസർ ആണെങ്കിൽ നമ്മൾ ആ കുളിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ദേഹത്ത് ചെറിയ നനവുണ്ടാവില്ല, അപ്പം തന്നെ അപ്ലൈ ചെയ്യുമ്പം ആ മോയ്സ്ചർ കുറച്ചുകൂടി നന്നായിട്ട് നമ്മുടെ സ്കിന്നിൽ ലോക്കാവും, അങ്ങനെയാണ് പറയപ്പെടുന്നത്. അപ്പം ഞാനങ്ങനെ കുളിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കും. എനിക്ക് ഈ അവീനോയിൻ്റെ ഫ്രാഗ്രൻസ് ഇല്ലാത്തതാണ് ഇഷ്ടം. ഇതിന് ചെറിയൊരു ഫ്രാഗ്രൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ഈ വലിയതൊക്കെ മേടിച്ചാലേ കുറേ കാലെടുക്കും തീരാനായിട്ട്. അപ്പോൾ അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ഈ ഒരു സെരാവിയാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്. എനിക്ക് തോന്നുന്നു കുറേ വർഷങ്ങളായി, 5-8 വർഷമൊക്കെ ആയി, എനിക്ക് മാറ്റണം തോന്നിയിട്ടില്ല. ഇതും ഫ്രാഗ്രൻസ് ഫ്രീ ആണ്. അപ്പോൾ ഈ ഫ്രാഗ്രൻസ് ഫ്രീ പ്രൊഡക്ട്സ് പൊതുവേ നല്ലതാണ്. കാരണം ഫ്രാഗ്രൻസ് എന്ന് പറയുമ്പോൾ ചിലതൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, എന്നാലും അത് എഗെയിൻ പിന്നൊരു കെമിക്കലാണ്. അപ്പം ഞാനങ്ങനെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇങ്ങനെ ചുമ്മാ ഒരു മൂവിയൊക്കെ കണ്ട് കുറച്ച് നേരം അങ്ങനെ ഇരിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞങ്ങളിങ്ങനെ പഴയ മെലഡീസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കേട്ട് അങ്ങനെ ഇരിക്കും. അങ്ങനെയാണ് നമ്മുടെ ഒരു ഫ്രൈഡേ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇത്രയും കണ്ടിട്ടും ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.